എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ മാമ്പഴം കൊണ്ട് പൽപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണാൻ പോണത്. അപ്പോൾ മാമ്പഴം എടുത്തു. നമ്മൾ നല്ല പഴുത്ത മാമ്പഴം കേട്ടോ. അത് ചെത്താനാണ് പോണത്. നമ്മൾ ചീന്തല്ല ചെയ്യണേ. അപ്പോൾ ചെത്തിയിട്ട് മിക്സിയിലടിക്കാൻ പോവാം. അപ്പം മാമ്പഴം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഏകദേശം ഒരു 20 മാമ്പഴം ഉണ്ട് കേട്ടോ. ഇനി കുറച്ചീശയായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ മാമ്പഴം കാണാൻ തന്നെ എന്തൊരു കളർഫുള്ളല്ലേ. അപ്പോൾ നമ്മൾ മാമ്പഴം മുഴുവൻ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി 2 നാരങ്ങയുടെ നീര് അത് ഇതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ മാമ്പഴ പൾപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി എടുത്തു വയ്ക്കുക. മാമ്പഴ പൾപ്പ് ചൂടാറി ഇനി ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിന്നെ എപ്പോഴാണ് ആവശ്യം വെച്ചാൽ അപ്പം നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മാമ്പഴപ്പഴുപ്പ് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ഒരു 4-5 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര, ഇത്തിരി അധികം ഇടേണ്ടി വരും പഞ്ചസാര. അതുപോലെ നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അടിച്ചെടുത്തു. അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കട്ടിയല്ല, കുറേ വെള്ളം ഒഴിക്കാം. ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കാം. എത്രയോ ലൂസ് നിങ്ങളുടെ പാകം നോക്കിയിട്ട്. അപ്പം ഞങ്ങൾ ഇത്ര കട്ടിയിലെടുത്താണ്. ഇനിയും വെള്ളം ഒഴിക്കുക അതിൽ. ഞങ്ങളുടെ മാമ്പഴ പൾപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിത് ഇത് കുടിച്ച് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുടിച്ചോ. നല്ല ടേസ്റ്റ്, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ. അപ്പോൾ മാമ്പഴക്കാലമായ മാമ്പഴം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.